ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. നമ്മുടെ സച്ചിയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് പാഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ രവിവേട്ടനെ വിളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ രവിവേട്ടനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് സച്ചി പോണത്. അപ്പോൾ രവിവേട്ടൻ ചോദിക്കണം, സച്ചി നിനക്ക് എന്താ കണ്ണ് കണ്ടുകൂടാ, നീ എവിടേക്കാടാ ഈ പാഞ്ഞിട്ട് കൊണ്ടത്, എന്താ സൂപ്പർ ഫാസ്റ്റ് ആണോ, നീ എന്താടാ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയാം, അച്ഛാ അത് വേറെ ഒന്നുമല്ല അച്ഛാ, നീ കാര്യം പറ അച്ഛാ, അത് പിന്നെ മാലയ്ക്ക് ഓർഡർ വന്നിട്ട് പറയുന്നത്. അപ്പോൾ രവിവേട്ടന് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ രേവതി പറയണേ എത്ര മാലയാണ് എന്നത്തേക്കാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി പറയണത് 500 മാലയ്ക്കാണ് ഓർഡർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് രേവതിക്കൊക്കെ. അപ്പോൾ രവിവേട്ടനും സന്തോഷമാവാൻ കേട്ടോ. അതാ വെച്ചാൽ അഡ്വാൻസ് അടക്കം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ രവിവേട്ടനും രേവതിക്കും വളരെയധികം സന്തോഷമാവാണ്. അപ്പോൾ സച്ചി പറയണം, അച്ഛാ അത് പിന്നെ മറ്റന്നാൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കും മാലകൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ രേവതി ആകെ മൊത്തം ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. പിന്നീട് രാത്രി ആവണ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ ഓളിയിട്ടിട്ട് വിളിക്കുന്നുണ്ട്, രേവതി ഇതെന്താ എവിടെ പോയി കിടക്കുകയാണ്, മെഴുതിരി കത്തിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി ആണെങ്കിൽ ടോർച്ചായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി ആണെങ്കിൽ പെട്ടെന്ന് മെഴുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ രേവതിയുടെയും സച്ചിയുടെ ആ ഒരു മുഖം മെഴുതിരിയുടെ വെളിച്ചത്തിൽ കണ്ടിട്ട് ചന്ദ്രമതി പെട്ടെന്ന് ഞെട്ടിയാകെ ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആവണ സമയത്ത് നമ്മുടെ ശ്രുതിനെ ആണെങ്കിൽ ശ്രുതി വളരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ആരാൻ്റെ വീട്ടിലെ ഭക്ഷണം കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ കൈ കഴുകാൻ നിൽക്കരുത്, ആദ്യം ശ്രുതി പോയിട്ട് സ്വന്തമായിട്ടൊരു ജോലി മേടിക്കുക, അത് കഴിഞ്ഞിട്ട് എന്നോട് മിണ്ടാൻ വന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ മുഖത്ത് കൂടി നോക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.